ഇതെന്ത് സംഭവം ഒരു വടിവാടാണ് അതാണ് ഒറിജിനൽ സാധനം. മെയിൻ ഘടകം. ഇതാണ് പറഞ്ഞാൽ ഒരു പാർട്ടി ഇതുപോലെ പറഞ്ഞാൽ ഇത് പോലീസുകാർ വരെ കണ്ണെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ കണ്ണെടുത്ത് വടിവാളാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഡിപ്പോസിറ്റ് ഇത് കൈ ഇരുന്നോട്ടെന്ന് പറഞ്ഞ് പിടിച്ചേൽപ്പിച്ചത് 1,00,000 രൂപ വരെ വില പറഞ്ഞിട്ടുള്ളതാ. 1,00,000 രൂപ വരെ വഴക്കൊരു 10-85 വയസ്സ് 8 വയസ്സിനകത്തുണ്ട്. അടുത്ത് വരും. എവിടെ ഒരു ആവശ്യത്തിനുണ്ടോ അവിടെ സൈക്കിളിൽ അവിടെ എത്തും ഞാൻ. വേറെ ഒരുപാട് സൈക്കിളുകൾ ഉണ്ട്, പക്ഷെ എന്നാലും അതൊന്നും നമുക്ക് സുഖമല്ല. പേര് കുഞ്ഞുവൻ എന്നാണ്. ഞാൻ വർഷങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത് ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട്, ഞാൻ കൊടുക്കില്ല. കാരണം ഇതിൽ നിന്നാണ് നമ്മൾ പറഞ്ഞത് ഉപയോഗിച്ചിട്ടുള്ളത്. എവിടെ പോകണമെങ്കിൽ ഇതിലാണ് യാത്ര. വണ്ടികളെല്ലാം ഉണ്ട്, വണ്ടികളൊന്നും ഉപയോഗിക്കത്തില്ല. ഇത് കുഞ്ഞുനാൾ മുതലേ കാരണം ഈ റാലിയോടുള്ള താല്പര്യം കൊണ്ടാണ് ഈ സാധനം കൊടുക്കാത്തത്. വേറെ ഒരുപാട് സൈക്കിളുകൾ ഉണ്ട്, പക്ഷെ എന്നാലും അതൊന്നും നമുക്ക് സുഖമല്ല. ഇതാണ് സുഖം. ഇത് ഇവിടുന്ന് ഞാൻ അമ്പലപ്പുഴയൊക്കെ പോകുന്ന ഈ സൈക്കിളിലാണ്. വളഞ്ഞ വഴി എവിടെ ഒരു ആവശ്യത്തിനുണ്ടോ അവിടെ സൈക്കിളിൽ അവിടെ എത്തും ഞാൻ. അല്ലാതെ ബസ് പോലും കാത്തു നിൽക്കത്തില്ല. എൻ്റെ അങ്ങനെയുള്ളൊരു രീതിയാണ്. അങ്ങനെ 65 വയസ്സോളം പഠിത്തുണ്ട്. ഈ സൈക്കിൾ എത്ര വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ഞാനിപ്പോ ഒരു 10-13 വയസ്സ് മുതൽ സൈക്കിൾ ചവിട്ടാന് ഉപയോഗിക്കുന്ന ആളാ. എത്ര വർഷം പഴക്കമുണ്ട്? പഴക്കം ഒരു 10-85 വയസ്സ് 8 വയസ്സിനകത്തുണ്ട്. അടുത്ത് വരും. ഉണ്ടല്ലേ? ഇത് നമ്മൾ പറഞ്ഞാൽ ഒരു 3-4 കൊല്ലം ഇരിക്കുമ്പോൾ മെയിൻ്റെനൻസ് ചെയ്ത് ഇടുന്നത് കൊണ്ടാണ് ഇന്ന് പുതിയതായിട്ട് ഇരിക്കുന്നത്. ഇത് റിപ്പയറിംഗ് ഒക്കെ ഇവിടെ ആരും ചെയ്യും? ഇവിടെ അല്ല, നേരെ കൊല്ലത്ത് കൊണ്ടുപോകണം. കൊല്ലത്ത് കൊണ്ടുപോകണം. ഇവിടെ ആരുമില്ല. നേരത്തെ പാർട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാം മറ്റേ നേരത്തെ ഇപ്പൊ ഇവിടെ പുതിയ സൈക്കിൾ റിപ്പയർ കൊണ്ടൊന്നും പറ്റത്തില്ല. ഇതിന്റെ ഒരു സ്പെയർ സാധനം പോയാൽ അത് അവിടെ ജയിപ്പി കൊടുത്ത് കടഞ്ഞ് ടീച്ചിങ് ആക്കി തരുള്ളൂ. അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് സ്പെയർ കിട്ടത്തില്ല. ഇന്ന് വരെ പറഞ്ഞാൽ കട കിട്ടിയിട്ടില്ല. കാരണം മൊത്തം ഓരോ സാധനവും ലേറ്റ് കയറ്റി പോവേ. ഇനി ഏറ്റവും ഇതിന്റെ ബ്രേക്ക് ലൈൻഡർ വരെ പറഞ്ഞാൽ ഒരു വാങ്ങിച്ച് ലേറ്റ് കയറ്റി കട്ട് ചെയ്താണ് സെറ്റ് ചെയ്യുന്നത്. ലൈൻഡർ ബുള്ളറ്റിന്റെ സിസ്റ്റം ഇത് മൊത്തം. ഇത് എത്ര രൂപയ്ക്ക് മേടിച്ചത്? പണ്ട് തൊട്ടേ ഇവിടെ ഉള്ളത് നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഒരുപാട് പേര് കൊടുക്കത്തില്ല. ലാസ്റ്റ് ഒരു പാർട്ടി എന്റെ 70,000 രൂപ കൊടുത്ത് കൈ തന്നു. ഇല്ല, 70,000 രൂപ പറഞ്ഞിട്ട് 5,000 രൂപ അഡ്വാൻസ് ഞാൻ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. ലാസ്റ്റ് പുള്ളി 5,000 രൂപ എന്റെ കൊണ്ട് അഡ്വാൻസ് തന്നിട്ട് പറഞ്ഞ് ഞാൻ നിങ്ങൾ ചോദിക്കുന്ന പൈസ ഈ സൈക്കിൾ ആർക്കും കൊടുക്കരുതെന്ന് പറഞ്ഞു. 3 വർഷമായി ഞാൻ ആളെ തിരക്കി നടക്കും, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഇതുപോലെ ഒരു ആക്രി കടയിൽ വന്ന ആള് 5,000 രൂപ അന്നേരം അയാൾ പുള്ളി ഞാൻ എന്നിട്ട് ഈ 2 വൃക്ഷം കഴിഞ്ഞ് 3ാമത്തെ വൃക്ഷമാകുമ്പോൾ ഈ കാര്യങ്ങളോ അയാളെ കണ്ടിട്ടേ ഇല്ല. അയാള് വർഷങ്ങൾ കൊണ്ട് ഈ സൈക്കിൾ തിരക്കി നടക്കും. ഈ ഒരു സൈക്കിൾ ചേട്ടനായി മാത്രമേ അല്ല, ഉണ്ട്, സൈക്കിൾ ഉള്ളവരുണ്ട്, പക്ഷെ അപൂർവേ ഉള്ളത്. മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് അല്ലേ? ഇംഗ്ലണ്ട് ഒറിജിനൽ. കാരണം ഈ സൈസ് 4 സൈക്കിൾ ഉണ്ട്. ഇത് ഇംഗ്ലണ്ട് അബ്രേക്ക് 3 സ്പീഡാണിത്. പിന്നെ അതിന്റെ ഇത് പറഞ്ഞാൽ നമ്മുടെ സാധാ സൈക്കിളില്ലേ, നമ്മുടെ ഇന്ത്യൻ സൈക്കിൾ, ആ മോഡലിലുള്ള ഒരെണ്ണം ഇംഗ്ലണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഗിയർ ഇല്ലാത്ത സൈക്കിൾ ഉണ്ട്. ഇതിന്റെ ഗിയർ ഇതാണ് ഗിയർ. അതിന്റെ 2 ബെല്ലുണ്ട്. ബെല്ല് 2 പിന്നെ നമുക്കിപ്പോൾ ഏത് പറഞ്ഞാൽ ഇത് ഏറ്റവും ടോപ്പിലോട്ട് തട്ടിയിടാമെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മളിലെ ക്ലച്ച് സ്മൂത്തായിട്ട് പോകും. അങ്ങനെ ബലം കൊടുക്കണ്ട. ഇത് 3 ഗിയർ ആണ് ഇന്നുള്ളത്. ഇതിന്റെ ഡൈനാമിക് എല്ലാം വർക്കിങ്, എല്ലാം വർക്കിങ് ആണ്. ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ, എല്ലാം വർക്കിങ് ആണ്. നമ്മളിത് നോക്കുന്ന രാത്രിയിലുള്ള യാത്രയില്ല, എവിടെയെങ്കിലും ഒന്ന് പോയി അത്യാവശ്യത്തിന് പോയി ഉള്ളൂ. ഇതിന്റെ ഇതെന്ത് സംഭവം ഒരു വടിവാടാണ് അതാണ് ഒറിജിനൽ സാധനം. മെയിൻ ഘടകം. ഇതാണ് പറഞ്ഞാൽ ഒരു പാർട്ടി ഇതുപോലെ പറഞ്ഞാൽ ഇത് പോലീസുകാർ വരെ കണ്ണെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ കണ്ണെടുത്ത് വടിവാളാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അറിയില്ല ഇതിന്റെ ഉപയോഗം എന്താണെന്ന് അറിയുന്നില്ല. ഇതിന്റെ ഉപയോഗം ഇത് പമ്പാണെന്ന് ആരും പറയത്തില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സാധനം ഇല്ലെന്നാണ് ധാരണ. പെട്ടെന്ന് ആർക്കും എടുക്കാനും പറ്റില്ല. അതൊന്നും ഊരി കാണിക്കോ? പിന്നെന്താ, അതെങ്ങനെ കാറ്റടിക്കുന്നത്? അല്ലേ നമ്മള് ബലൂണിന് കാറ്റടിക്കത്തില്ലേ എന്ന മാതിരിയാണ് ഇതിന്റെ ഒറിജിനൽ പമ്പാണ്. പണ്ടത്തെ പമ്പ് ഇത്. ഇപ്പോഴേ പറഞ്ഞാൽ നമ്മൾ ചവിട്ടി ഇത്രയും വർഷം പഴക്കമായത് തുരുമ്പിക്കുകയും അതേപോലെ മെയിൻറ്റെയിൻ നോക്കുന്നുണ്ടല്ലോ. ഈ സീറ്റൊക്കെ മാറ്റിയിട്ടുണ്ടോ? ഇല്ലില്ല, അതേപോലെ തന്നെ സീറ്റ് അത് തന്നെ. എല്ലാ സാധനവും. പിന്നെ വേറൊരു മോഡലുണ്ട് സീറ്റ്, അത്
ഞാൻ മാറ്റി വെച്ചേക്കുക. ആണല്ലേ? അതെന്ന് പറഞ്ഞാൽ ഈ പുറമോട്ടേ ആ ആ പുറമോട്ട് തള്ളലുണ്ട് ആ. ആ സീറ്റിന്. ആ. ഇങ്ങനെ റൗണ്ട് ഒരു 2 കമ്പി വരും. അപ്പൊ നമ്മുടെ ഈ ബാഗിലൊന്നും വെക്കാനൊക്കത്തില്ല, ഇവിടെ വരെ നിൽക്കും. അതിന് മാറ്റിക്കൊണ്ട് ഈ സീറ്റ് കയറ്റി വെച്ചേക്കുന്നത്. ആ. ഇത് അതിന്റെ ഒറിജിനൽ സീറ്റായത്. ഇതിന്റെ ബ്രേക്ക് ഒക്കെ എന്ത്? ബ്രേക്ക് പാടൊന്നും ഇല്ലേ? ബ്രേക്കല്ല, അകത്താ. അകത്താ? ബുള്ളറ്റ് ഷിഫ്റ്റാണ്. ആണല്ലേ? ആണ്ട് ആ. എല്ലാം അകത്താ. അകത്താണ്. സാധാരണ സൈക്കിൾ എവിടെയെങ്കിലും പാട് വരുമോ? ബുള്ളറ്റ് നമ്മുടെ വണ്ടിയുടെ സിസ്റ്റം അല്ല. ഇത് അതിന്റെ കേബിളാണ്? അല്ലല്ല, അതാണ് ഗിയറിന്റെ. അത് ഗിയറിന്റെ കേബിളാണ്. ഗിയറിന്റെ ഗിയർ ഇങ്ങനെ ആവും. കേബിൾ സിസ്റ്റം അല്ലേ? ഇത് വയറ് പോയേക്കുന്നു. അത് ഡൈനാമോട്ട് തോന്നുന്നു. ആ, ഡൈനാമോ.